വ്യാപാര ബന്ധം ശക്തമാക്കിയും സൗഹൃദം പുതുക്കിയും മോദി ട്രംപ് കൂടിക്കാഴ്ച. അതേസമയം നികുതി തീരുമാനങ്ങളിൽ ഇളവില്ലെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. അനധികൃത കുടിയേറ്റവും ഭീകരവാദവും ചർച്ചയായി. ഇലോൺ മസ്കിനെയും പ്രധാനമന്ത്രി കണ്ടു. വൈറ്റ് ഹൌസിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ പല വിഷയങ്ങൾ കടന്നുവന്നു. യുഎസിന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പര നികുതി ചുമത്തുമെന്ന പ്രഖ്യാപനം, അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. താനും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും കഴിഞ്ഞ 4 വർഷവും സൗഹൃദം നിലനിർത്തിയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കാൻ നടപടികൾ ആരംഭിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. യുഎസും ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും. ബോസ്റ്റണിൽ ഇന്ത്യ പുതിയ കൗൺസിലേറ്റ് തുടങ്ങും, മോദി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം നികുതി തീരുമാനങ്ങളിലെ ഇളവിന് ട്രംപ് തയ്യാറായില്ല. തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങളോടും അമേരിക്കയ്ക്ക് ഒരേ സമീപനമാകും. നികുതി തീരുമാനത്തിൽ സഖ്യരാജ്യങ്ങൾ ശത്രുരാജ്യങ്ങളെക്കാൾ മോശമാണെന്നും ട്രംപ് പറഞ്ഞു. അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കുമെന്ന് മോദി വ്യക്തമാക്കി. കൈമാറ്റ തീരുമാനത്തിന് നന്ദിയെന്ന് മോദി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ട്രംപിനെ മോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിൽ വെച്ച് ഇലോൺ മസ്കുമായും മോദി കണ്ടു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വോൾട്ട്, ഇന്റലിജൻസ് മേധാവി തൽസി ഗബാർഡ്, വ്യവസായി വിവേക് രാമസ്വാമി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ പുതിയ സൂത്രവാക്യം അവതരിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാഗയും മിഗയും ചേർന്ന് മെഗ എന്നാണ് മോദിയുടെ പുതിയ തിയറി. ട്രംപിന്റെ മാഗ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്നതും മിഗ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, ഇന്ത്യയെ വീണ്ടും മഹത്തരമാക്കുക എന്നിവ ചേർത്താണ് മോദിയുടെ സൂത്രവാക്യം. രണ്ടും ചേരുമ്പോൾ അത് സമൃദ്ധിക്കായുള്ള മെഗാ പങ്കാളിത്തമായി മാറ്റുകയാണ് ലക്ഷ്യം, മോദി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിനിടെ അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രൂക്ഷമായ മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ കാര്യം ചർച്ച ചെയ്യാനല്ല 2 നേതാക്കൾ കൂടിക്കണ്ടത്. എല്ലാ ഇന്ത്യക്കാരും തനിക്ക് ഒരുപോലെയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. രാജ്യത്തിന്റെ സ്വത്ത് കവർന്നത് എങ്ങനെ സ്വകാര്യ കാര്യമാകുമെന്നാണ് രാഹുലിന്റെ ചോദ്യം. Who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi. Prime Minister Modi, have you asked the President to take action on that case? Thank you. पहली बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए 2 देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं.